എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. V4U മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA BScയുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാള സാഹിത്യം ഒന്നാം സെമസ്റ്ററിലെ ചെറുകഥ എന്ന മോഡ്യൂളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ ആക്ട്, കെ സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന കഥയുടെ ആദ്യ ഭാഗം നമ്മൾ കണ്ടു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു കെ സരസ്വതി അമ്മ തികഞ്ഞ ഒരു പുരുഷ വിദ്വേഷിയായിരുന്നോ. നമുക്ക് ഒരു ഉപന്യാസത്തിലൂടെ അതിനെ പരിശോധിക്കാം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, പുരുഷ വിദ്വേഷി എന്ന പേര് അന്വർത്ഥമാക്കും വിധത്തിൽ ആണോ സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന കഥ? വിശദമാക്കുക. ഉത്തരത്തിലേക്ക് കടക്കാം. സരസ്വതി അമ്മ എഴുതിയിട്ടുണ്ട്, പുരുഷൻ്റെ അതീശാധികാരം സമ്മതിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്നതാണ് സ്ത്രീയുടെ നില. സരസ്വതി അമ്മ അങ്ങനെയാണ് എഴുതി ചേർത്തിരിക്കുന്നത്. പുരുഷൻ്റെ അതീശാധികാരം സമ്മതിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്നതായിപ്പോയി സ്ത്രീയുടെ നില. സ്ത്രീ എപ്പോഴും താഴ്ന്ന പടിയിൽ നിന്നുകൊള്ളണം. ഇത് സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പ്രതിരോധത്തിൽ മാത്രമല്ല, പ്രത്യാക്രമണത്തിലും ഞാൻ സന്നദ്ധിയായിരുന്നു. അതുകൊണ്ടായിരിക്കണം പുരുഷ വിദ്വേഷി എന്ന് എന്നെ വിശേഷിപ്പിച്ചത്. സരസ്വതി അമ്മയ്ക്ക് മുമ്പും പിമ്പും ഇതുപോലെ പ്രത്യാക്രമണത്തിന് സന്നദ്ധരായ ഒരു എഴുത്തുകാരി ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അതുകൊണ്ട് തന്നെ കഥാകൃത്തുക്കളുടെ ലോകത്ത് അവർ ഒറ്റപ്പെട്ടു. നിരൂപകർ അവഗണിക്കുകയും ചെയ്തു. സ്ത്രീ വിമോചനപരമായ കാഴ്ചപ്പാടിൽ നിലനിന്നിരുന്ന പുരുഷാധിപത്യ മൂല്യങ്ങളെ മുഴുവൻ നിശ്ചിത വിമർശനത്തിന് വിധേയമാക്കിയ എഴുത്തുകാരിയാണ് യഥാർത്ഥത്തിൽ സരസ്വതി അമ്മ. സ്ത്രീകളുടെ ജീവിതാവസ്ഥകൾ ഇന്നിൻ്റെ ലോകത്തിലും ഏറെ കാലങ്ങൾ പിന്നിട്ടിട്ടും സ്ത്രീകളുടെ ജീവിതാവസ്ഥകൾ ഇന്നും പരിതാപകരമായി മുന്നോട്ട് പോകുന്ന കാര്യമായതിനാൽ ഇന്നും പ്രസക്തിയുള്ളൊരു കഥയാണ് ഡബിൾ ആക്ട് എന്ന് പറയുന്ന കഥ. ഇന്നിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ കഥയ്ക്ക് ഇന്നിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കാലിക പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ, സ്ത്രീകളുടെ ജീവിതാവസ്ഥകൾക്ക് ഇന്നും പരിതാപകരമായ ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. കാലം എത്ര വളർന്നിട്ടും സാക്ഷരത എത്ര നേടിയിട്ടും മനുഷ്യൻ്റെ മനസ്സിന് മാറ്റം വരാത്തൊരു കാലമായതുകൊണ്ട് ഇത് ഇന്ന് അല്ലെങ്കിൽ കാലിക പ്രാധാന്യമുള്ളൊരു കഥയാണ് ഡബിൾ ആക്ട്. ശ്രദ്ധിക്കുക, 1930കളിലെ കോളേജ് അന്തരീക്ഷമാണ് ഡബിൾ ആക്ട് എന്ന കഥയിലേത്. സുധീരൻ നായരും സഹപാഠിയായ സീതയും തമ്മിലുള്ള ബന്ധം പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. പ്രേമത്തെ കുറ്റകരമായ ഒരു കാര്യമായി വീക്ഷിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമായിരുന്നു അന്നത്തേത്. സീത വ്യക്തിത്വമുള്ളൊരു പെൺകുട്ടിയാണ് ഈ കഥയിൽ. ശ്രദ്ധിക്കണം, അവളുടെ ചിന്താധാരകൾക്കും സങ്കല്പങ്ങൾക്കും ഒപ്പം വളരാൻ കഴിയാത്ത കഥാപാത്രമാണ് സുധീരൻ നായർ. ഇവരാണ് മുഖ്യ കഥാപാത്രങ്ങളും. പക്ഷേ അവളുടെ നിലപാടുകൾ അച്ചടക്കമുള്ള പെൺ സമൂഹത്തിൻ്റെ നിലപാടുകളോട് പൊരുത്തപ്പെടാത്തതായതുകൊണ്ട് അവൾ എല്ലാവരുടെ മുൻപിലും ധിക്കാരിയും കൊള്ളരുതാത്തവളുമായി മാറുന്നു. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് പുരുഷൻ്റെ ഇച്ഛകൾക്കൊത്ത് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കൊത്ത് സഞ്ചരിക്കേണ്ടവൾ മാത്രമാണല്ലോ സ്ത്രീ. സരസ്വതി അമ്മ പുരുഷന്മാരെപ്പറ്റി അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഉയർന്ന സിംഹാസനങ്ങളെപ്പറ്റി പറയുന്നതൊന്ന് നോക്കുക. പുരുഷന്മാരില്ലാതായാൽ സാഹിത്യത്തിനും ഭാഷയ്ക്കും സമൂലം കോട്ടം തട്ടും. പുരുഷന്മാരില്ലാതെ സ്ത്രീ മാത്രം ശേഷിച്ചാൽ അവിടെ പ്രേമത്തിന് സാധ്യതയില്ല. പ്രേമമില്ലാതായാൽ സാഹിത്യത്തിൻ്റെ ഗതി എന്തായിത്തീരും? പുരുഷ വിദ്വേഷം മുതൽക്കൂട്ടായി വച്ചുകൊണ്ട് സാഹിത്യ ലോകത്തിറങ്ങുന്നവരുടെ കാര്യം പോകട്ടെ. മധുര പ്രേമകഥകളും ദിവ്യ പ്രേമ കവിതകളും എടുത്തു മാറ്റിയാൽ പിന്നെ സാഹിത്യ ലോകത്തിൽ എന്ത് ബാക്കി എന്നാണ് സരസ്വതി അമ്മയുടെ ചോദ്യം. അത്തരം ദിവ്യ പ്രേമ കഥകളൊന്നും സരസ്വതി അമ്മ എഴുതിയിട്ടുമില്ല. അവരുടെ സ്വഭാവം വെച്ച് അതവർക്ക് സാധിക്കുകയുമില്ല. നാളിതുവരെയുള്ള സാഹിത്യത്തിൻ്റെ പ്രമേയങ്ങളെ കളിയാക്കിയിട്ടുള്ള സരസ്വതി അമ്മയെ ഉൾക്കൊള്ളാൻ പലർക്കും ഇന്ന് കഴിഞ്ഞിട്ടില്ല എന്നത് സത്യം. പ്രണയം, ദാമ്പത്യം, സ്ത്രീ പുരുഷ ബന്ധം, ഇതിലൊക്കെ നിലനിർത്തിയിട്ടുള്ള കപട സദാചാര മൂല്യങ്ങളെ മുഴുവൻ സരസ്വതി അമ്മ തുറന്നടിക്കുന്നുണ്ട്. ഡബിൾ ആക്ട് എന്ന കഥയിലെ സീതയ്ക്ക് സരസ്വതി അമ്മയുടെ തന്നെ ഛായയാണ് നമ്മൾ കാണേണ്ടത്. ഒരു സ്ത്രീയും പുരുഷനും അല്പമൊന്ന് അടുത്തിടപഴകിയാൽ അതിൻ്റെ ഇടയിൽ പ്രേമമല്ലേ എന്ന് പരത്തുന്നവരാണ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരാണ് സമൂഹത്തിൽ അധികവും. സുധീരൻ നായർ
എന്ന സുധീരൻ നായർ എന്ന എല്ലാവരുടെയും കണ്ണിൽ നല്ലവനായ ചെറുപ്പക്കാരനാണ് താനും. സീതയും സുധീരൻ നായരും തമ്മിൽ അത്തരമൊരു ബന്ധമുണ്ടെന്ന് വാർത്ത പരക്കാൻ തുടങ്ങിയതോടെ അതിന് വിരാമമിടുവാൻ സുധീരൻ നായർ വാസന്തി നായർ എന്ന അധ്യാപികയെ സമീപിക്കുകയാണ്. താൻ വളരെ നല്ലവനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സീതയെ ഒരു വലവീശി പിടുത്തക്കാരിയായിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. തനിക്കാദ്യം കത്തെഴുതിയത് അവളാണെന്നും അവളെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്ന സ്വഭാവത്തിൽ നിന്നും വിലക്കണമെന്നും പറഞ്ഞ് അയാൾ ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ സീത വാസന്തി നായരുടെ കണ്ണിലെ കരടായി മാറി. അവൾ സീതയ്ക്ക് 2 ആഴ്ചത്തെ അവധി ഇപ്പോഴുള്ള കുറ്റം പറയൽ സ്വഭാവത്തിൽ നിന്നും വിടുതൽ നേടാനായി നൽകുകയും ചെയ്തു. സീതയിൽ ഭയമോ ദുഃഖമോ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് കണ്ടതോടെ അവർക്ക് ദേഷ്യം തോന്നി. അതാ ദേഷ്യം ഇരട്ടിയായി. വാസന്തി നായർ എന്ന അധ്യാപികയെ അവതരിപ്പിച്ചുകൊണ്ട് സരസ്വതിയമ്മ വിദ്യാഭ്യാസം കൊണ്ടൊന്നും മനുഷ്യ സ്വഭാവം നല്ലതാവണമെന്നില്ല എന്നും ചിലരുടെ അടിസ്ഥാന സ്വഭാവം ആർക്കും മാറ്റാനാവില്ല എന്നും വ്യക്തമാക്കുന്നു. ഇത്തരം അധ്യാപകന്മാരെ നമുക്ക് എവിടെയും കാണാൻ കഴിയും. തങ്ങളെ പ്രശംസിക്കുന്നവരും പരദൂഷണവുമായി എത്തുന്നവരും ഉദ്യോഗസ്ഥരുടെയും പണക്കാരുടെയും മക്കളായി പിറന്നവരും ഇവർക്ക് പ്രിയങ്കരായിരിക്കും. തനിക്ക് സുധീരൻ നായരോടുള്ള വികാരം എന്തെന്ന് മനോവിശകലനം ചെയ്യുന്ന സീത കണ്ടെത്തുന്ന കാര്യം അതിൽ 3/4 പങ്കും വാത്സല്യവും ബാക്കി സൗഹൃദവുമാണെന്നാണ്. പിന്നീട് സീത വിശദമാക്കുന്നുണ്ട്. സൗഹൃദത്തിലുള്ളത് സഹോദര സ്നേഹമല്ല, അത് വൈകാരികമായ മറ്റൊരവസ്ഥയാണെന്നും. പക്ഷേ അത് പ്രേമവുമല്ല. പ്രേമിക്കാൻ പറ്റാത്ത ഒരു അത്ഭുത സൃഷ്ടിയാണ് താൻ എനിക്ക് തോന്നാറുണ്ട് എന്നും സീത പറയുന്നുണ്ട്. സഹപാഠിയായ നമ്പൂതിരിക്ക് കൊടുക്കാനുള്ള പുസ്തകങ്ങൾ വിവാഹിതയായ മേരിയെ കൊണ്ട് കനകമ്മ കൊടുപ്പിക്കുന്നത് അധ്യാപികയായ വാസന്തി നായർ താൻ കൊടുക്കുന്നത് കണ്ടാൽ സംശയിക്കുമെന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ്. തന്നെക്കുറിച്ച് പരാതി പറഞ്ഞ സുധീരൻ നായരോട് സീത അക്കാര്യം ചോദിച്ചപ്പോൾ വളരെ തന്ത്രപൂർവ്വം അയാൾ വാസന്തി നായരിൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അവരെന്നോട് എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. വേണ്ടതൊന്നും അവർക്ക് അവരുടെ നല്ല പ്രായത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും എഴുതിക്കൊടുത്ത് കാണുമെന്നൊക്കെ പറയുകയാണ്. അല്ലാതെ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. സീത അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവൾ അയാൾ ഒരു മാന്യനാണെന്ന് പണ്ടേ വിശ്വസിച്ചിരുന്നതാണ്. ഡബിൾ ആക്ടിൻ്റെ പൂർണ്ണരൂപം അവൾക്ക് വെളിപ്പെട്ടിരുന്നുമില്ല. പിന്നീട് സൗദാമിനിയിൽ നിന്ന് ടീച്ചറുടെ വീട്ടിലെ കുട്ടി പറഞ്ഞതാണെന്ന തെളിവോടെ പറഞ്ഞപ്പോഴാണ് അയാൾ തെറ്റ് സമ്മതിച്ച് മാപ്പ് പറയുന്നത് സീത മനസ്സിലാക്കുന്നത്. അന്ന് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണം നടത്താൻ ഒരുങ്ങിയപ്പോൾ സീത അന്ന് ഞാൻ ഒരു മൃഗമായിരുന്നു, ഇന്ന് ഇഴജന്തുവാണ് എന്ന വാചകം പൂർത്തീകരിച്ചു. നിങ്ങളുടെ പേർ സുധീരൻ നായരെന്നല്ല ഭീരുവെന്നാണ് വേണ്ടിയിരുന്നതെന്നും സീത പറയുന്നുണ്ട്. വിവാഹശേഷവും സുധീരൻ നായർ തൻ്റെ അടവുകൾ പലതും പുറത്തെടുത്തു. ഭാര്യയോട് തന്നെ കിട്ടാൻ ഇരുന്നവളാണ് സീത എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിലയൊന്ന് കൂട്ടിവെച്ചു. കമ്പോളത്തിൽ സാധനങ്ങൾക്ക് വില കൂട്ടാൻ ഉപയോഗിക്കുന്ന സർവ്വസാധാരണമായൊരു തന്ത്രം സുധീരൻ നായരും പ്രയോഗിച്ചിരിക്കാം എന്നാണ് സീത പറയുന്നത്. സീതയെ നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെന്ന് അയാൾ പലരോടും പറയുകയും ചെയ്തു. കയ്യിലിരുന്ന രത്നം അടുത്ത വീട്ടിലെ മുറ്റത്തേക്ക് വലിച്ചെറിയുന്ന പ്രവൃത്തി പോലെന്നാണ് സുധിയെ വിവാഹം ചെയ്യാതെ വിട്ടുകളഞ്ഞതെന്ന് സൗദാമിനി പറയുമ്പോഴും സീത സുധീരൻ നായരെ വില കുറച്ച് അവതരിപ്പിക്കുന്നില്ല. ചിലർക്ക് രത്നം ദൂരെ ഇരുന്ന് കാണുന്നതിലായിരിക്കും താല്പര്യമെന്നാണ് അയാളുടെ ഇരട്ട മുഖത്തെക്കുറിച്ച് വിവരിച്ച് അയാളെ തരം താഴ്ത്തി കാണിക്കാൻ ചിലർക്ക് രത്നം ദൂരെ ഇരുന്ന് കാണുന്നതായിരിക്കും താല്പര്യം എന്ന് അവൾ പറയുന്നു. അല്ലാതെ അയാളുടെ ഇരട്ട മുഖത്തെക്കുറിച്ച് വിവരിച്ച് അയാളെ തരം താഴ്ത്തി കാണിക്കാനൊന്നും അവൾ ഒരുമ്പെടുന്നില്ല. മറിച്ച് തൻ്റെ സൽപ്പേര് നിലനിർത്താൻ സുധീരൻ നായർ ചെയ്തതോ എത്ര വിശിഷ്ടമായ ഭക്ഷണമായാലും തിന്നാൻ തോന്നാതിരുന്നാൽ തിന്നാൻ കഴിയുമോ എന്നാണ് സീത സൗദാമിനിയോട് പറയുന്നത്. സുധീരൻ നായരെ വിവാഹം കഴിക്കാതിരുന്നതിനെക്കുറിച്ച് സീത ഇക്കാരണം പറയുന്നു. ഇവയെല്ലാം കേൾക്കുമ്പോൾ ലളിതമെങ്കിലും ശക്തമായ ഭാഷയാണ് സരസ്വതി അമ്മ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. സരസ്വതി അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാട്ടിൽ നടക്കുന്ന മാൻപേടയുടെ കണ്ണുകൾ അകത്തിരിക്കുന്ന യുവസുന്ദരിയുടെ മുഖത്തുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പുരുഷന്മാർക്കല്ലേ കഴിയൂ എന്ന്. ക്ലാസിക് കവികളും റൊമാൻറ്റിക് കവികളും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന അലങ്കാര ജടിലമായ
പുരുഷ ഭാഷയുടെ അയുക്തികതയാണ് സരസ്വതി അമ്മ തുറന്നു കാണിക്കുന്നത്. സീതയ്ക്ക് സുധീരൻ നായരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ സൗദാമിനിയോട് സീത പറയുന്നുണ്ട്, ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? ഇഷ്ടമാണ്, പക്ഷേ ഇഷ്ടമുള്ളവരെയെല്ലാം വിവാഹം കഴിക്കാൻ പറ്റുമോ? തനിക്ക് കീറ്റ്സിനെയും ഹാർഡിനെയും ഒക്കെ ഇഷ്ടമാണ്, സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നവരെല്ലാം ഇഷ്ടമാണ് എന്ന് സീത പറഞ്ഞു. ഈ വാക്കുകളുടെ ശക്തി പുരുഷന്മാരെ സംബന്ധിച്ച് അനുകൂലമല്ലാത്തതും സ്ത്രീകളെ സംബന്ധിച്ച് അനുയോജ്യമല്ലാത്തതുമാണെന്നാണ് പൊതുധാരണ. ഡബിൾ ആക്ട് എന്ന ഈ കഥയിലൂടെ സരസ്വതി അമ്മ പുരുഷ സ്വഭാവത്തിലെ പല വൈകൃതങ്ങളെയും വെളിപ്പെടുത്തുകയാണ്. ഇലമുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെ കേട് എന്ന പഴഞ്ചൊല്ല് ഈ കഥയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ശരിയുമാണ്, എന്നാൽ ഒരേ സമയം അത് തെറ്റുമാണ്. ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യോത്തരങ്ങളെ വിലയിരുത്താം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക്